കണ്ണൂർ മട്ടന്നൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവയ്ക്കും. വെറ്റിനറി ഡോക്ടർ ഉടൻ സ്ഥലത്തെത്തും. മാലൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് പുലി കുടുങ്ങിയത്. പുലിയെ മയക്കുവെടിവെച്ച് വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ നിതിൻ രാജ് പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ പിള്ളച്ചേരിക്കാണ്. മിഥുൻ, ഈ പുലി ആരോഗ്യവാനാണ് എങ്കിലും ഈ കെണിയിൽ കുടുങ്ങിയ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ? മയക്കുവെടി വെച്ച് പുലിയെ കാട്ടിലേക്ക് വിടാനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് നീക്കാൻ തന്നെയാണോ ഇപ്പോൾ ബന്ധപ്പെട്ടവരുടെ ആലോചന? ഒപ്പം ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ കാടിറങ്ങി വന്യമൃഗങ്ങൾ എത്തുമ്പോൾ എത്രത്തോളം ആശങ്കയിലാണ്, പരിഭ്രാന്തിയിലാണ് സാധാരണക്കാരായ ജനങ്ങളും? കെ പി, ഞാനിപ്പോൾ ഉള്ളത് ഈ പുലി കുടുങ്ങിയ മാലൂരിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പുലിയെ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പുലർച്ചെയാണ് പുലി കുടുങ്ങിയെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഈ പുലി ഈ കുടുക്കിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അതായത് കാട്ടുപന്നിക്ക് വെച്ച കെണിയിലാണ് പന്നി കുടുങ്ങിയിരിക്കുന്നതെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഈ ഒരു സ്ഥലത്തെത്തി വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം പുലി ആരോഗ്യവാനാണ്. അരയുടെ ഭാഗത്താണ് ഈ പന്നിയുടെ കെണി കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോറും ഈ കുരുക്ക് മുറുകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ പുലിയെ വെടിവെച്ച് പിടികൂടാനുള്ള വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പുലിയുടെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ച ശേഷം വെടിവെച്ച് പിടികൂടാനുള്ള നടപടികളിലേക്കടക്കം കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലും വിശദാംശങ്ങൾ ഇവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ വെറ്റിനറി സർജൻ ചോദിക്കുകയാണ്. അതിനുശേഷം വേണ്ട മുന്നൊരുക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകും. തുടർന്നായിരിക്കും പുലിയെ വെടിവെച്ച് പിടികൂടുന്ന നടപടികളിലേക്കടക്കം കടക്കുക. വന്ന സമയത്ത് തന്നെ പുലി വലിയ ശൗര്യത്തോടു കൂടി അതൊരു ചെറിയ ചാല് പോലുള്ള സ്ഥലമാണ്. ആ ചാലിനകത്താണ് കുടുക്കിൽ വീണിരിക്കുന്നത്. അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. പക്ഷേ ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോറും കുരുക്ക് കൂടുതൽ മുറുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിലവിൽ മയക്ക് വെടിവെച്ച് പിടികൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനായുള്ള വിദഗ്ധരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പോലീസുണ്ട്. ഒരുപാട് ആളുകൾ ഈ കാഴ്ച കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. കാരണം വെടിവെക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണ സ്വഭാവം പുലി കാണിച്ചിട്ടുണ്ടെങ്കിൽ പുലി ഒരു ആക്രമണ സ്വഭാവം കാണിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആളുകൾക്ക് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരോട് ഈ മാധ്യമ പ്രവർത്തകരോടും മറ്റു നാട്ടുകാരോടൊക്കെ തന്നെ പുറകോട്ട് മാറിയേക്കണം. ഇത് വെടിവെക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഒരു അക്രമോത്സുകത കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്ക് പോകാൻ സാധ്യത, അത് ഒഴിവാക്കാനുള്ള നീക്കമാണ് ഈ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ന് പുലർച്ചയോടെയാണ് ഈ പുലി ഇപ്പോൾ അത് കുടുങ്ങിയത്. ജനവാസ മേഖലയാണ്. ഒരു വീടിൻ്റെ മുന്നിലുള്ള ചാലിൽ നിന്നാണ് ഈ ഒരു പുലി ഇപ്പോൾ ഈ കുടുക്കിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് കൂടി ഈ കണവം വനമേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 5-6 കിലോമീറ്റർ മാത്രമാണ് അകലെയുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ ആ വനമേഖലയിൽ നിന്നും അവിടെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയാണോ ബന്ധപ്പെട്ടവർ വിലയിരുത്തുന്നതിനൊപ്പം ഈ ജനവാസ മേഖലകളിലേക്കടക്കം ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ അത് സ്വാഭാവികമായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് നിലവിലല്ലേ? തീർച്ചയായും ജനവാസ മേഖലയാണ്. കെ പി പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രമാണ് വനമേഖലയിലേക്കുള്ളത്. ഒന്ന് കണ്ണവം ഫോറസ്റ്റാണ്, തൊട്ടടുത്ത് കൊട്ടിയൂർ വനം മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് അവിടെ നിന്നൊക്കെ പുലിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്യജീവികളോ ഇറങ്ങാനുള്ള സാധ്യത ഏറെയാണ്. ഈ പ്രദേശത്തൊക്കെ ഈ കാട്ടുപന്നിയുടെ ശല്യം വളരെ വലിയ തോതിലുണ്ട് എന്ന് നേരത്തെ തന്നെ നാട്ടുകാർ നമ്മോട് പറയുകയുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ പുലിയൊക്കെ ഇവിടെ കുടുങ്ങിയെന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ കാട്ടുപോത്തിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജനങ്ങളെ ആശങ്കയിലാക്കിക്കൊണ്ട് പുലിയുടെ ഒരു സാമീപ്യം കൂടി ഈ ഒരു പ്രദേശത്തുണ്ടാകുന്നൊരു അവസ്ഥയുള്ളത്. ഏതായാലും ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ 5 മണിയോടുകൂടിയാണ് ഈ പുലി കുടുക്കിൽ കുടുങ്ങിയെന്നൊരു വിവരം അവർക്ക് ലഭിക്കുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ ഇത് മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് നേരെ വയനാട്ടിലെ വനമേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് അധികൃതർ ഇപ്പോൾ പോകുന്നത്. അതിനായുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വെറ്റിനറി സർജൻ അടക്കം
അടക്കമുള്ള ആളുകൾ ഇവിടെ ഈ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇവിടത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് KP. ശരി, കണ്ണൂർ മട്ടന്നൂരിലാണ് കെണിയിൽ പുലി കുടുങ്ങിയിരിക്കുന്നത്. ഈ പുലിയെ മയക്കുവെടി വെക്കും. വെറ്റിനറി ഡോക്ടർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.